ഇവിടെയാണ് നമ്മളെ ഗ്രീൻ വില്ല പ്രോജക്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇതാ ആ കാണുന്ന വീടാ. ഈ 25 ഏക്കറിൽ കാണുന്ന മുഴുവൻ വീടുകളും പൊന്നും വില കൊടുത്താ ചെറിയാൻ സാർ ഒഴിപ്പിച്ചത്. പക്ഷെ ഇവര് മാത്രം ഒരു വിട്ടുവെച്ചക്ക് തയ്യാറല്ല. ആരെവിടെ താമസിക്കുന്നത്? ഒരു കൈമള്. ആ വീട്ടിൽ കിടന്നേ മരിക്കൂന്ന് വാശിയായക്ക്. മിക്കവാറും അത് എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇനി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഒരുപാട് കഴിഞ്ഞതാ. ഞാൻ എന്തായാലും ആ പ്രോജക്റ്റ് വിട്ടു. നീ തന്നെയല്ലേ പറഞ്ഞത് അത് വളരെ ലാഭമുള്ള പ്രോജക്റ്റാണ്? അതെ, പക്ഷെ ആ കിളവനും കുടുംബവും അവിടുന്ന് ഒഴിഞ്ഞു തരണ്ടേ? ഞാൻ ഇരട്ടി വില കൊടുക്കാന്ന് പോലും പറഞ്ഞതാ. അവർ മാറില്ല, എനിക്ക് ഉറപ്പാ. അവരെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നാലോ? എങ്ങനെ? നീ എനിക്കൊരു 3-4 വർഷം മുമ്പുള്ളൊരു മുദ്രപത്രവും കുറച്ചാളുകളെയും സംഘടിപ്പിച്ചതാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കബൂലാക്കുന്നു. ഏയ് വേണ്ട. എടോ ഈ വെറുതെ ബേജാറാവല്ലേ. കീരി വാസു അല്ലേ പോയിട്ടുള്ളത്. ഓനെല്ലാം ശരിയാക്കിയിട്ടേ വരൂ. ആരാ നിങ്ങളൊക്കെ? ഇവിടെ മനസ്സിലാവില്ലേ? നീ ഇതെവിടേക്കാ? പുറത്തേക്ക് വേണ്ട, ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. സൂര്യ രാത്രി വീട്ടിൽ കയറി വന്ന് തോന്നാസം കാണിക്കുന്നതാ. എന്താടാ നോക്കി നിൽക്കുന്നത്? പോടാ പോടാ. സൂര്യൻ, ഏയ് മായ, മായ ഇവിടെ? അല്ല, ഇവരായിട്ട് എന്താ പ്രശ്നം? ആരാന്നറിയില്ല. അവര് വന്ന് ബലമായിട്ടാണ് പിടിച്ച് എന്തിലൊക്കെ ഒപ്പിടിക്കാൻ ശ്രമിച്ചു. ഒപ്പിടിക്ക്? അല്ല, സത്യത്തിൽ ആരാ അവര്? അയ്യോ, അതൊന്നും അറിയില്ല. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ. സൂര്യൻ എങ്ങനെ ഇവിടെ എത്തി? അത് ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടത്, അങ്ങനെ ഇങ്ങോട്ട് കയറിയതാ. അല്ല, നിങ്ങൾ തമ്മില് ബാങ്കിൽ വെച്ചുള്ള പരിചയം. ബാങ്കിൽ വെച്ചുള്ള പരിചയം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. വലിയ ഉപകാരം. ഓ, എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. 4000 കൊല്ലം പഴക്കമുള്ള മുദ്രപത്രം, ഗുണ്ടകള്. ഉണ്ടായിരുന്നേ എന്താടാ കാര്യം? അത് ഞാൻ നിങ്ങളോടൊക്കെ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തില. മായ. അവൾ ആ വീട്ടിലാ താമസിക്കുന്നെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് ശരി, നീ ആള് കൊള്ളാലോ. എങ്ങനെയാടാ നിനക്ക് ഞങ്ങളുടെ ഇതൊക്കെ മറച്ചു വെക്കാൻ തോന്നിയത്? പറയണമെന്നൊക്കെ കരുതിയതാ. പക്ഷേ എന്തായാലും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ആ വീടിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തിരിക്കും. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? പക്ഷെ എന്റെ ടെൻഷൻ ഇതെങ്ങനെ വീട്ടിലറിയിക്കുന്ന. അല്ല, മുമ്പൊക്കെ അച്ഛനൊരു ഊമക്കത്ത് വെച്ചാലോ? ഊമക്കത്തോ? എന്തിന്? അത് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ. എന്തായാലും നിന്റെ ഈ കാര്യം ഞാൻ ഏറ്റു. ഇനിയിപ്പോ നിനക്ക് കച്ചേരി കേട്ട് ഉറങ്ങാലോ. കച്ചേരി മാത്രല്ല, ഡാൻസും പഠിക്കാം. ഡാൻസ്? ആ സൂര്യന്റെ കൂട്ടുകാരനെ കണ്ടില്ലേ? എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടായി. ഒരു ചുരിദാറും കൂടി ഇടിച്ച നമ്മുടെ കൂട്ടത്തിൽ അയാളെ ഇവിടെ പിടിച്ചിരുത്താം. അവിടുന്ന് ഇവൻ ഇങ്ങനൊരു ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് അന്വേഷിച്ച് കളയാന്ന് തോന്നി. വന്നു, കണ്ടു. മകളെ മാത്രമല്ല,
വീട്ടുകാരെയും ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന് കാരണം സംഗീതാട്ടോ. മായയ്ക്ക് സംഗീതത്തോട് അല്പം വാസന നിറഞ്ഞപ്പോ ഇയാൾക്ക് വലിയ താല്പര്യായി അല്ലടോ. ഒക്കെ ഞങ്ങളുടെ ഭാഗ്യം. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് ഇതങ്ങ് നടത്തണം. എത്രയും പെട്ടെന്ന് വെച്ചാൽ ആ, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ എടി പിടിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇവർക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം, അവരുമായിട്ടൊക്കെ ആലോചിക്കണം, പിന്നെ നല്ലൊരു ദിവസം കണ്ടെത്തി ഒരു മുഹൂർത്തമൊക്കെ നിശ്ചയിക്കണ്ടേ അല്ലേ? ഉവ്വ്. എന്നാ ഇനി നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട്. എനിക്കിവിടെ അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. ഇവരുടെ ബന്ധുക്കളൊക്കെ അങ്ങ് വൈക്കത്താ. ആ, അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് വരുന്ന തീയതി ഉടനെ അറിയിക്കാം. വൈക്കത്താണല്ലേ വീട്? ഉവ്വ്. ആ, ഈ വരുന്ന വൈക്കത്തഷ്ടമിക്ക് എന്റെ കച്ചേരി ഉണ്ട് അവിടെ. ഉവ്വോ. ആ, മാഷുടെ കച്ചേരി ഇതിനു മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വൈക്കത്തമ്പലത്തിൽ വെച്ച്. ആ. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാരും സംഗീത പ്രേമികളാണെന്ന് അർത്ഥം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന്റെ അന്ന് രാത്രി എന്റെ വക മയിലാട്ടുണ്ടാവും പുലരുന്നത് വരെ. ഉറക്കില്ല ഞാൻ ആരെയും. പിന്നെ മായയെ അണിയിച്ചൊരുക്കുന്ന കാര്യം അതും ഞാൻ ഏറ്റു. തലേന്ന് രാത്രി എന്നെ ഇവിടെ കൊണ്ടു ആക്കിയാ മതി. എന്റെ അഭിപ്രായ വ്യത്യാസം പറയണ്ട എനിക്ക്. ഇവൻ അച്ഛനും മോനും എപ്പോഴും ഇങ്ങനെയാ, മൃതൊക്കെ തന്റെ ഇടം തലയും വലം തലയും പോലെ. ആ, അപ്പോ 25-ാം തീയതി വൈക്കത്തമ്പലത്തിലെ കച്ചേരിക്ക് നിങ്ങളെ കുടുംബസമേതം ക്ഷണിക്കുകയാണ്. വരണം. വന്നിരിക്കും. അന്ന് താമസവും ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വീട്ടിലായിരിക്കണം. ആ, അതിനെന്താ, ആവാം. താഴോട്ട് നോക്കല്ലേ, നേരെ മുന്നോട്ട്. തേക്കിലക്കാട് എന്താണോ അബ്ദു, സുഖം തന്നെയല്ലേ? തരക്കേടില്ല. ചെറിയല്ലേ? ഓ, ചെറിയാന്റെ മോളാ. മോള. എന്താ പേര്? മരിയ. മറിയ. വരി, അകത്തേക്കിരിക്കാം. അങ്കിൾ എന്താ ഈ വഴിക്ക്? ഇത് തിരുവമ്പാടിപ്പള്ളി പെരുന്നാളല്ലേ? ഈ വീടിന് മുന്നിൽ കൂടെ പോയപ്പോ ഒന്ന് കയറാമെന്ന് കരുതി. കാലം കുറെ ആയില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ആ, സുഖം തന്നെയല്ലേ മോളെ? അതെ അതെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. അബ്ദുക്ക ഇരിക്കേ. ആയിക്കോട്ടെ. ഡൽഹിയിൽ നിന്നലെ നമ്മുടെ ഹൈക്കമാൻഡ് മുത്തച്ഛൻ പട്ടേൽജി വന്നപ്പോ മോനെ കണ്ടില്ല. ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു, പ്രശ്നം കുടിവെള്ളം തന്നെ. ഓ, ഞാനത് മറന്നു. പിന്നെ പട്ടേൽജി ഒരു കാര്യം പറഞ്ഞു, ഇത്തവണ ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന്. സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിന് മടുത്തു. ആ, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, വാ. മനസ്സിലായില്ല. എന്റെ സുഹൃത്താ സൂര്യൻ. ഓ, ഞാനും എന്റെ അപ്പന്റെ പഴയ സുഹൃത്താ, തേക്കിലക്കാടൻ. അറിയാം, സൈമൺ തേക്കിലക്കാടൻ അല്ലേ? നീ ഇരിക്കടാ. ഇതെന്റെ മക്കളാ. സണ്ണി, ചാർലി. മോൻ എന്ത് ചെയ്യുന്നു? എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവനാ ഇപ്പൊ നോക്കുന്നത്. ഓ, അതേതായാലും നന്നായി. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇക്കുറി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA സ്ഥാനത്തേക്ക് മോനെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനമെന്നൊരു ശ്രുതി കേട്ടു. അങ്ങനെ ഒരു തീരുമാനമുള്ളതായി ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മോൻ എനിക്ക് വേണ്ടി ഒന്ന് മാറി തരണം. ഇവനും കുറെ കാലമായില്ലേ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ രാപകമില്ലാതെ ഓടി നടക്കുന്നു. ഇപ്രാവശ്യം നീ ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഈ സ്ഥാനമാനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ മാറിത്തരാം. പക്ഷെ പാർട്ടി ഇത് അംഗീകരിക്കുവോ? അതെല്ലാം ഞാൻ ഏറ്റു. മോന്റെ ഒരു ഉറപ്പ് മാത്രം കിട്ടിയാ മതി. ശരി, അങ്കിൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അവഗണിച്ചൊന്നും വരരുത്, ഞാൻ ഒഴിഞ്ഞു തരാം. കണ്ടോടാ, ഇതാ സ്നേഹം. ഇവന്റെ അപ്പനും ഞാനും തമ്മില് ഒരു പാത്രത്തിൽ ഉണ്ട് കഴിഞ്ഞവരാ. നാളെ നിങ്ങളെ സഹോദരന്മാർ തമ്മിലും അങ്ങനെ തന്നെ വേണം. ഈ കച്ചവടത്തില് ഞങ്ങൾക്കുള്ള ലാഭം മനസ്സിലായില്ല. നഷ്ടക്കച്ചവടം ഞങ്ങൾ നടത്താറില്ല. നല്ല കാര്യം, അങ്ങനെ പാടുള്ളൂ. അല്ല, എത്രയാ ഉദ്ദേശിക്കുന്നേ? അത് തൽക്കാലം ഒരു 5 കോടി. അല്ല, തുക നമുക്ക് പിന്നീട് ഫൈനലൈസ് ചെയ്യാം, ഇനി സമയമുണ്ടല്ലോ. അഡ്വാൻസ് 5 കോടിയോ? ആ, ഇതൊക്കെ സാറുമാർ അധികാരത്തിൽ കയറിയ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. ആള് മിടുക്കനാണല്ലോ. വില പേശാൻ നന്നായിട്ട് അറിയാം. ഇനി എന്തായാലും നമ്മൾ തമ്മിൽ ബാർഗനിങ് വേണ്ട.
പറഞ്ഞ തുക ഇന്ന് വൈകുന്നേരത്തോളം ഇവിടെ എത്തിച്ചിരിക്കും. എന്താ പോരെ? മതി